അപ്പോൾ ഗൈസ് എഫ് കെയുടെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഹിന്ദി ആൻസർ കീയാണ്. ഇന്ന് 7ാം ക്ലാസ് 7 നടന്നതാണ്. ആദ്യം ഒരു പാരഗ്രാഫാണ്. ആ പാരഗ്രാഫ് വായിച്ചിട്ടേ അടുത്തുള്ള ഉത്തരങ്ങൾക്ക് ഇത് എഴുതാവൂ. ആദ്യത്തെ ചോദ്യം, മമ്മി അടുക്കളയിൽ എന്ത് ചെയ്യുമായിരുന്നു? ഉത്തരം, ഖാന പക്കരഹെത്തി. അത് ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്, കുട്ടികളത് വായിച്ചിട്ടേ എഴുതാവൂ. ഇക്ക സഹി പ്രസ്താവന ചുൻകർ ലിഖോ. ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്തി എഴുതൂ. ഉത്തരം, മമ്മി കേക്ക് ലേക്കർ ആയി. ഉത്തരം, മമ്മി കേക്കുമായി വന്നു. ഗ പാപ്പാനെ ക്യാ കിയ. അച്ഛൻ എന്താണ് ചെയ്തത്? അച്ഛൻ ഗുബാരെ സെ ഘർ കി ദിവാരൊക്കെ സസാ ദിയ. സസ എന്ന് പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് അലങ്കരിച്ചു. അച്ഛൻ വാതിലുകൾ ബലൂണ് കൊണ്ട് അലങ്കരിച്ചു. ഇക്ക ജന്മദിൻ കി ബധായി ദേത്തെ ഹുए അമൻ കോ ലിയെ ബർത്ത്ഡേ കാർഡ് തയ്യാർ കരൂ. അമനിന് ജന്മദിനത്തിനോടനുബന്ധിച്ച് ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാനാണ്. കാർഡ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ അമൻ. അത് നമുക്ക് ബർത്ത്ഡേ കാർഡ് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനിയും സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5നും 6നും ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുട്ടികളത് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട്, ഹാത്തി കാ രഹഗുസർ, ഹാത്തിയോം. അതിനകത്തു നിന്നുള്ള ചോദ്യമാണ്. ഇതൊരു പ്ലക്കാർഡാണ്. ആദ്യത്തെ ഉത്തരം, സ്ഥാൻ എന്നുള്ള ഒരു ശബ്ദത്തിന് ഈ പ്ലക്കാർഡിനകത്ത് ഏതർത്ഥമാണ് ഉപയോഗിക്കുന്നത്? ജഗ. ജഗ എന്നാണ് ആദ്യത്തെ ഉത്തരം. ഇഖ. ഈ പ്ലക്കാർഡ് ഏത് മൃഗത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? ഹാത്തിയോം. ഉത്തരം ഹാത്തിയോമാണ്. ഇഖ എന്തുവാ? ഇതിനകത്ത് ഈ സഞ്ചാരികളില്ലേ, അവർക്ക് ഒരിത് നൽകണം, മുന്നറിയിപ്പ് നൽകണം. ഇവിടെ ആന ഇറങ്ങുന്നതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട, ആദ്യം ഈ വാക്ക് 2 എഴുതുക. എന്നിട്ട് കൃപയ ധ്യാൻ ദോ, എന്നിട്ടൊരു മൈക്കിൻ്റെ പടമൊക്കെ വരച്ചിട്ട് ഈ ബോക്സ് അതുപോലെ വരയ്ക്കുക. താഴെ ഈ കാല് കൊടുക്കണ്ട. എന്നിട്ട് ഈ ബോക്സും വരച്ച് ഇതുപോലെ ബോക്സിലിടണം ഇത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു വലിയൊരു ബോക്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള മാർക്ക് കിട്ടും. പിന്നെ ഇത് 3A ഒരു ബോക്സാണ്, അതും വായിക്കണം. ഇവിടെ ചോട്ടെ കപ്പ് മേ ചായ കിസ്നെ മാങ്ക. ചെറിയ കപ്പിൽ ആരാണ് ചായ മേടിച്ചത്? നിങ്ങളെ ഒന്ന് കുഴപ്പിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. അതിൻ്റെ ആൻസർ ഇതിനകത്തില്ല. ആൻസർ താഴെ കിടക്കുന്ന ഇതിനകത്തുണ്ടേ. ഇതപ്പോൾ എല്ലാവരും ഇതുകൂടെ നോക്കണം. ചിലവർക്കില്ല, ഇത് മനസ്സിലാകത്തില്ല. ചിലവർ ചുമ്മാ അങ്ങ് ടിക്കിട്ട് വെക്കും. അതിൻ്റെ ആൻസർ ഇതായിരുന്നു, ലോകികാനെ. അതാണ് ഉത്തരം. പിന്നെ ഇവിടെ ഒരു വാർത്താലാപാണ്, ബാത്ജീത്ത്. ചായവാലയും ലോകികായും. ചായവാല ചോദിക്കും, ആയിയെ ജി ക്യാ ചായയെ? ലോകിക, ഏക് ചായ ദീജിയെ, ഏക്. അപ്പോൾ നമ്മൾ ചോദിക്കണം, എന്താ? ചായവാല പറയും, സാർ ജി 1 മിനിറ്റ്. അപ്പോൾ പുള്ളി പറയും, ശരി. അപ്പോൾ ചായവാല ചോദിക്കും, സാറിന് ചായയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ വല്ലതും വേണോ? അപ്പോൾ പുള്ളി പറയും, ഒരു ബിസ്ക്കറ്റ്. പിന്നെ പുള്ളി പറയും, എൻ്റെ ചായ ഒത്തിരി നേരം ആയല്ലോ എന്ന് പറയും. അപ്പോൾ പറയും, എന്നാ സാറിൻ്റെ ചായയും സാറിൻ്റെ ബിസ്ക്കറ്റും. പിന്നെ ചോദിക്കും, പിന്നെ പറയണം ചായവാല പറയണം. അല്ല, ചായവാലയും പോട്ടെ, ലോകിക പറയണം. കിത്തന ഹോഗ ഈ ചായ നല്ലതാണ് എന്നങ്ങ് പറയണം. പിന്നെ ലോകിക പറയും. പിന്നെ ചോദിക്കുന്ന ലോകിക, ചായയ്ക്കും ബിസ്ക്കറ്റിനും എത്രയാണ്? അപ്പോൾ ചായവാല പറയും, നമ്മളിഷ്ടമാണ്, എത്ര രൂപ വേണമെങ്കിലും നമുക്ക് പറയാം. പിന്നെ പറയും, ഇപ്പം ഞാൻ പോവുകയാണ്, പിന്നീട് ഒരിക്കലും കാണാം. അപ്പോൾ ചായവാല പറയും, ഓക്കെ ഹാജി എന്ന് പറയണം. പിന്നെ അഥവയുണ്ട്. അഥവാ വേറൊരു ഓർ ക്വസ്റ്റ്യനാണിത്. 3B ആയിരുന്നു ഗൈസ്. 3B ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. 3ൻ്റെ B. നമുക്ക് 4 നോക്കാം. 4 ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാ ചെയ്യുന്ന ആദ്യം ഇതാണ്. അവർ തിരിച്ചിട്ട് പോയി കേട്ടോ, തിരിച്ചാണ് ഇട്ടത്. ഇതിനകത്ത് ഇത് വായിക്കുക. ഇത് വായിക്കുമ്പോൾ ഇതിൻ്റെ ഇത് കിട്ടും.
നമ്മളിവിടെ ആൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കാം. പിന്നെ ഇത് കാണിക്കുന്നത് ഇത് വായിക്കുക. ഇത് വായിച്ചിട്ട് ഇതിൻ്റെ ആൻസർ നോക്കണം. വായിച്ചിട്ട് എന്തോ കവിതക്ക് ആശയലിക്ക് കവിതയുടെ ആശയം എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ 5ൻ്റെ എ ആണ്. അവിടെ ഒരു പാരഗ്രാഫാണ്. ഈ പാരഗ്രാഫ് കാണിക്കുക. ആദ്യം കാണിക്കില്ല, വായിക്കണം ആദ്യം. എന്നിട്ടേ അടുത്ത ഉത്തരത്തിലേക്ക് കടക്കാവൂ. പ്രസ്താവന പാഠം. പ്രസ്താവനത്തിൽ ചൂണ്ടിക്കാണിക്കുക എന്താണ് ഉത്തരം നോക്കുക. ആദ്യത്തെയാണ് ഉത്തരം. ഗാവുമേ എല്ലായിടത്തും എന്താ മുള കൊണ്ടുണ്ടാക്കിയുള്ള ചപ്പ് കൂടെയുണ്ട്. പിന്നെ പൂരേ ഗാവ് വാലോ സാഫ് സഫായി മേ ലഗ് ജാത്തേ ഹെ, അതും ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. എല്ലാ ഗ്രാമവാസികളും കൂടെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഉത്തരം ഇതാണ്. പിന്നെ ജീവൻ കെ സുരക്ഷിത് എന്നുള്ള നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. എന്താണ് പ്ലാസ്റ്റിക് ഒക്കെ നിർത്തുന്നതും ഒരു മരവും ഒരു ചപ്പ് കൂടെയൊക്കെ വരച്ച് കുറച്ച് കുട്ടികൾ പ്ലാസ്റ്റിക് വൃത്തിയാക്കുക, അതൊക്കെ ചേർത്ത് എഴുതുക. പിന്നെ 5ൻ്റെ ബി ഇത് ഒരു പാരഗ്രാഫാണ്. അത് വായിച്ചിട്ട് എഴുതുക. അതിൻ്റെ ഉത്തരം ആയും ഈയുമാണ്. അത് ആ പാരഗ്രാഫിൽ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് 6 നോക്കാം. പിന്നെ 5ൻ്റെ ഇഖ ഉണ്ടായിരുന്നു കേട്ടോ. ഇഖ ആണെങ്കിൽ നമ്മുടെ സ്കൂളിലൊരു ഫിലിമിൻ്റെ ഇതാണ്. ഒരു സിനിമ പ്രദർശിപ്പിക്കുക. നമ്മുടെ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ സ്കൂളിലെ പേരെഴുതിയിട്ട് അത് ഇന്ന സമയമാണ്, എവിടെയാണ് സ്കൂളിലെ പേര് എന്നൊരു പോസ്റ്റർ തയ്യാറാക്കുക. പിന്നെ 6 കാണിക്കുന്ന ഒരു പടമാണ്. ഒന്നാമത് കുട്ടി എവിടെയാണ് കളിക്കുന്നത്. ഈ കുട്ടി എവിടെ കളിക്കുന്നത്, ഇന്നത്തെ എവിടെയാണ്, ഇതാണ്. ശരിയാണിത്. നാൽമേ ഈ തടാകത്തിലാണ് കുട്ടി വെള്ളത്തിൽ ഇറങ്ങി ഇത് കളിക്കുന്നത്. ചിത്രത്തെ വിവരണം തയ്യാറാക്കണം. അതിനായിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഈ ജീവികളുടെ പേര് അറിയാത്തവർക്ക് വേണ്ടിയാണ്. കീട, മേണ്ട, ചീട്ട. പിന്നെ കുട്ടിയുടെ കയ്യിലിരിക്കുന്നത് കാഗസ്കി നവ, എന്താണ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ വള്ളം. പിന്നെ 4 വെച്ചാൽ എന്താണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്, എന്താണ് നദി, തടാകം. ഇവിടെ എന്താ കാണിക്കുന്നത്, ആദ്യം ഒരു കുട്ടി ഇവിടെ കളിക്കുകയാണ്. പിന്നെന്താ ഒരു കുട്ടി ഇവിടെ കാഗസ് കൊണ്ടുള്ള ബോട്ടുകളും. പിന്നെ അടുത്തൊരു മരമുണ്ട്. മരത്തിൻ്റെ മുകളിൽ എന്താണ് ഒരു കീട ഇരിപ്പുണ്ട് എന്ന് അതൊക്കെ കണ്ടുകൊണ്ട് ഉറുമ്പും മേണ്ടൊക്കെ ഉടനിപ്പുണ്ട് എന്നൊക്കെ വെച്ച് നിങ്ങളുടെ ഭാവനയിൽ എഴുതുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.